ആശയപരമായി വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന കാലഘട്ടം. പാശ്ചാത്യ ചിന്തകൾ ശക്തമാവുകയും മതങ്ങളെ സ്വകാര്യ ജീവിതത്തിലേക്ക് മാത്രം ഒതുക്കാനുള്ള ശ്രമങ്ങൾ വർദ്ധിക്കുകയും ചെയ്ത സമയം. ഇത്തരമൊരു കാലഘട്ടത്തിലാണ് ഇസ്ലാമിനെ വെറും ആരാധനകളിലേക്കല്ല, ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ഒരു മഹാനായ ചിന്തകൻ ഉദിച്ചുയരുന്നത്. അദ്ദേഹമാണ് ഇമാം അബുൽ അഅല മൗലാന മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം മൗദൂദിയുടെ ചിന്ത വളരെ വ്യക്തമായിരുന്നു. ഇസ്ലാം പ്രസംഗിച്ചാൽ മാത്രം മതിയാകില്ല, അത് ജീവിച്ചു കാണിച്ചാൽ മാത്രമേ ലോകം അത് മനസ്സിലാക്കൂ. അതിനായി അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് ഒരു പ്രസംഗവേദിയല്ല, ഒരു രാഷ്ട്രീയ പദവിയുമല്ല, മറിച്ച് ഇസ്ലാമിക മൂല്യങ്ങൾ ജീവിച്ചു കാണിക്കാവുന്ന ഒരു കേന്ദ്രം. അങ്ങനെയാണ് ഇന്ത്യയിലെ പഞ്ചാബ് സംസ്ഥാനത്തെ പഠാൻകോട്ട് പ്രദേശത്ത്, ശാന്തവും പ്രകൃതി സൗന്ദര്യവുമായ ഒരു സ്ഥലത്ത് 1938 ഒരാശയം യാഥാർത്ഥ്യമായത്. അതിനായിരുന്നു പേര് ദാറുസ്സലാം, അഥവാ സമാധാനത്തിന്റെ ഭവനം. ദാറുസ്സലാം ഒരു കെട്ടിട സമുച്ചയം മാത്രമായിരുന്നില്ല, അത് ഒരു ജീവിത പരീക്ഷണശാലയായിരുന്നു. ഇവിടെ ആഡംബരങ്ങളില്ല, പദവികളില്ല, വ്യത്യാസങ്ങളില്ല. എല്ലാവരും ലളിതമായി ജീവിച്ചു. ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കിയ ജീവിതം പ്രായോഗികമായി നടപ്പാക്കി. ദാറുസ്സലാമിൽ പഠനം നടന്നു, ചിന്തകൾ രൂപപ്പെട്ടു, ഗ്രന്ഥങ്ങൾ പിറന്നു. ഇമാം മൗദൂദിയുടെ പ്രശസ്തമായ നിരവധി കൃതികൾ ഈ കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടത്. ഇവിടെ നിന്നാണ് ഒരു പുതിയ തലമുറ ബൗദ്ധികമായും ആത്മീയമായും പരിശീലനം നേടിയത്. ഇത് വെറും ആത്മീയ കേന്ദ്രമായിരുന്നില്ല, ഇത് ഭാവിയിലെ ഇസ്ലാമിക നവോത്ഥാനത്തിനുള്ള ഒരു ശക്തമായ അടിത്തറയായിരുന്നു. അതിന്റെ ഫലമായാണ് 1941 ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം ജന്മം കൊള്ളുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യ ചിന്തകളും ആദ്യ പരിശീലനങ്ങളും ആദ്യ ദിശയും എല്ലാം ദാറുസ്സലാമിൽ നിന്നായിരുന്നു. ഇപ്പോൾ നാം നിൽക്കുന്നത് അതേ പഠാൻകോട്ടിലാണ്. ഒരു കാലത്ത് ഇമാം മൗദൂദി ജീവിച്ചും ചിന്തിച്ചും എഴുതിയും കാലം കഴിച്ച അതേ മണ്ണിൽ. ഇത് ഒരു സാധാരണ ഭൂമിയല്ല, ഇതൊരു ചരിത്രത്തിന്റെ ശബ്ദമില്ലാത്ത സാക്ഷ്യമാണ്. ഒരു കാലത്ത് 400 ഏക്കറോളം വ്യാപിച്ചു കിടന്ന ഈ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ എണ്ണമറ്റ ചിന്തകളും പ്രഭാഷണങ്ങളും ജന്മം കൊണ്ടിരുന്നു. അദ്ദേഹം ഖുതുബ നടത്തിയ ആ പള്ളിയിൽ നിന്ന് ഒരു കാലത്ത് അനേകം ഹൃദയങ്ങളിലേക്ക് ചിന്തയുടെ വെളിച്ചം പടർന്നിരുന്നു. പക്ഷേ ചരിത്രം എപ്പോഴും ഒരുപോലെ നിൽക്കില്ല. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഇമാം മൗദൂദി പാകിസ്ഥാനിലേക്ക് ഹിജറ ചെയ്യേണ്ടി വന്നു. അതോടെ ദാറുസ്സലാമിലെ സമൂഹ ജീവിതം പതുക്കെ പതുക്കെ ചിതറിപ്പോയി. ഒരു കാലത്ത് ജീവനുള്ള ഗ്രാമമായിരുന്ന ഈ ഭൂമി കാലത്തിന്റെ ഒഴുക്കിൽ നിശബ്ദമായി. ഇന്ന് ഇവിടെ നോക്കിയാൽ വലിയൊരു മാറ്റം കാണാം. ഒരു കാലത്ത് നമസ്കാരത്തിന്റെ ശാന്തസ്വരം ഉയർന്നിരുന്നിടത്ത് ഇന്ന് ആ ശബ്ദമില്ല, ബാങ്ക് വിളിയില്ല, നമസ്കരിക്കാൻ ആരും ഇവിടെയില്ല. ഇമാം മൗദൂദി ഖുതുബ നടത്തിയ ആ പള്ളി പോലും ഇന്ന് ഒരു നിശബ്ദമായ കെട്ടിടമായി മാത്രം അവശേഷിക്കുന്നു. ചുമരുകൾ ഇന്നും നിൽക്കുന്നു, പക്ഷേ അവയ്ക്കുള്ളിൽ ഒരു കാലത്ത് മുഴങ്ങിയ ചിന്തയുടെ ശബ്ദം ഇപ്പോൾ ഓർമ്മ മാത്രമാണ്. ഈ ഭൂമി ഇന്ന് കാട് പിടിച്ചു കിടക്കുകയാണ്. ഒരു കാലത്ത് ജീവിതം നിറഞ്ഞ വഴികളായിരുന്നിടത്ത് ഇന്ന് പുല്ലും കാട്ടുചെടികളും. കഥകൾ പറയാനുള്ള മണ്ണായി ഈ ഭൂമി മാറിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ മുസ്ലിം സമൂഹം താമസിക്കുന്നില്ല, പക്ഷേ ഈ പ്രദേശത്തെ മറ്റു സഹോദരങ്ങളുടെ ഹൃദയങ്ങളിൽ ഇമാം മൗദൂദി ഇന്നും ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം നട്ടുവച്ച ചിന്തകൾ ഒരിക്കലും മാഞ്ഞുപോയിട്ടില്ല. ദാറുസ്സലാം ഇന്ന് ഒരു ഗ്രാമമായി നിലനിൽക്കായിരിക്കാം, പക്ഷേ ഇതൊരാശയമായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു, ഒരു കാലഘട്ടമായിരുന്നു. ഇമാം അബുൽ അഅല മൗദൂദി ഈ മണ്ണിൽ വിതച്ച ആ സ്വപ്നം ഇന്നും ചരിത്രത്തിന്റെ പേജുകളിൽ ജീവിച്ചിരിക്കുന്നു. ഇതൊരു സ്ഥലത്തിന്റെ കഥയല്ല, ഇതൊരു കാലത്തിന്റെ, ഒരു ചിന്തയുടെ, ഒരു മഹാന്റെ ഓർമ്മയാണ്. ദാറുസ്സലാം ഇന്ന് മണ്ണിലില്ലായിരിക്കാം, പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ അതിന്നും ജീവിച്ചിരിക്കുന്നു. दुआएं दे रही है जमनियत बेदार।